ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സബ്ജക്ട് ഫിസിക്സ്. ഫിസിക്സിൽ കപ്പാസിറ്റേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കപ്പാസിറ്റേഴ്സ്: എനി ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ടു കണ്ടക്ടിംഗ് ബോഡീസ് ഓഫ് എനി ഷേപ്പ് ആൻഡ് സൈസ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് ഇസ് കാൾഡ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടക്ടിംഗ് ബോഡീസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഷേപ്പും സൈസും എന്താണെങ്കിലും ആവാം. സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇൻസുലേറ്റർ ആയിരിക്കും. അപ്പോൾ രണ്ട് കണ്ടക്ടിംഗ് ബോഡീസ് ഉണ്ടാവും, ഷേപ്പും സൈസും എന്തുവാണെങ്കിലും ആവാം, പിന്നെ സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക്. അതിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ അറേഞ്ച്മെന്റിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൽ ചാർജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. Q ഈക്വൽ ടു CV. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ച കോൺസ്റ്റന്റ് എന്താ? C. Q ഈക്വൽ ടു CV. ഈ സീനെ നമ്മൾ എന്താ പറയാ? കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. C ഈസ് നോൺ ആസ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഇനി V 1 വോൾട്ട് ആവുമ്പോൾ എന്തായിരിക്കും? Q ഈക്വൽ ടു C ആവില്ലേ? Q ഈക്വൽ ടു C ആവും. അപ്പോൾ if V ഈക്വൽ ടു 1 വോൾട്ട്, Q ഈക്വൽ ടു C. Hence, capacitance of a capacitor may be defined as, capacitance എന്ന് പറഞ്ഞാൽ amount of charge required to raise its potential by 1 volt. It is the amount of charge required to raise its potential by 1 volt. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കപ്പാസിറ്റർ എന്താണ്? എനി ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ടു കണ്ടക്ടിംഗ് ബോഡീസ് ഓഫ് എനി ഷേപ്പ് ആൻഡ് സൈസ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക്. അതിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൽ ചാർജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. V എന്ന് പറഞ്ഞാൽ എന്താ? V1 മൈനസ് V2. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. Q ഈക്വൽ ടു CV. Q ഈക്വൽ ടു CV. C നമ്മൾ പറയുന്നതാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറയും എന്തിന്? സീന്. അപ്പൊ Q ഈക്വൽ ടു CV എന്ന് പറഞ്ഞു. V 1 വോൾട്ട് ആവുമ്പോൾ Q ഈക്വൽ ടു C ആയി മാറില്ലേ? അപ്പൊ കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷൻ എന്താ? കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ മേ ബി ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ് ടു റേസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആയപ്പോഴാണ് QC ആയി, അതായത് CQ ആയി മാറിയത്, C ഈക്വൽ ടു Q ആയി മാറിയത്. അപ്പോൾ കപ്പാസിറ്റൻസ് പറയുന്നത് എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ് ടു റേസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 volt. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഫാരഡ്. 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1 കൂളോം ബൈ 1 വോൾട്ട്. C ഈക്വൽ ടു Q ബൈ V അല്ലേ? അപ്പോൾ സിയുടെ യൂണിറ്റ് എന്താ? ഫാരഡ്. ഫാരഡ് ഈക്വൽ ടു Qന്റെ യൂണിറ്റ് കൂളോം ബൈ വിയുടെ യൂണിറ്റ് എന്താ? വോൾട്ട്. അപ്പോൾ 1 ഫാരഡ് എന്ന് പറയുന്നത് 1 കൂളോം ബൈ 1 വോൾട്ട്. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് സെഡ് ടു ബി 1 ഫാരഡ്. കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണെന്ന് എപ്പോൾ പറയും? ഇഫ് 1 കൂളോം ഓഫ് ചാർജ് ഈസ് റിക്വയർഡ് ടു റേസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് എപ്പോഴാണ് 1 ഫാരഡ് ആണെന്ന് പറയുക? കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് സെഡ് ടു ബി 1 ഫാരഡ് ഇഫ് 1 കൂളോം ഓഫ് ചാർജ് ഈസ് റിക്വയർഡ് ടു റേസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. 1 മൈക്രോഫാരഡ് ഈക്വൽ ടു 10 raised to minus 6 farad. 1 നാനോഫാരഡ് ഈക്വൽ ടു 10 raised to minus 9 farad. 1 പിക്കോഫാരഡ് ഈക്വൽ ടു 10 raised to minus 12 farad. ഇത് പഠിക്കണം. സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഒരു കപ്പാസിറ്റർ ഫിക്സഡ് കപ്പാസിറ്റർ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. വേരിയബിൾ കപ്പാസിറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആരയും കൂടി വരും. അപ്പോൾ അതാണ് വേരിയബിൾ കപ്പാസിറ്ററിന്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താ? SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഫാരഡ്. പിന്നെ ചെറിയ ചെറിയ യൂണിറ്റ്സ് എന്താ? മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. സിംബോളിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണെന്ന് എപ്പോഴാണ് പറയുക? 1 കൂളോം ഓഫ് ചാർജ് ഈസ് റിക്വയർഡ് ടു റേസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്താ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ആദ്യം ഡയഗ്രാം നന്നായി നീറ്റായിട്ട് വരയ്ക്കുക. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ ആണല്ലോ, രണ്ട് കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സിഗ്മ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇവർ തമ്മിലുള്ള ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഫിഗർ വരയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാം അതെന്താന്ന്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. A parallel plate capacitor consists of two large plain parallel conducting plates separated by a small distance between them. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നമ്മൾ കണ്ടു, രണ്ട് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. Let A be the area of each plate
ആൻഡ് ഡി ബി ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ഓരോ പ്ലേറ്റിൻ്റെയും ഏരിയ എന്ന് എടുത്തു, പിന്നെ ഡി എന്ന് പറയുന്നത് ആ രണ്ട് പ്ലേറ്റ്സുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആക്കി എടുത്തു. ലെറ്റ് സിഗ്മ ബി ദി സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് ക്യൂ ബി ദ ചാർജ് ഓൺ ഐദർ പ്ലേറ്റ്. ക്യൂ ആണ് ചാർജ്, സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് ഗിവൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് രണ്ട് ഫോർമുല ഉണ്ട്. ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0, ഇ ഈക്വൽ ടു വി ബൈ ഡി. ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0, ഇ ഈക്വൽ ടു വി ബൈ ഡി. എങ്ങനെയാ ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് വന്നത്? നമുക്ക് ഗോസസ് തിയറം പ്രകാരം ഡി എ വെച്ചിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു സിഗ്മ ബൈ ക്യൂ ബൈ എപ്സിലോൺ 0, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നുള്ളത്. ഗോസസ് തിയറത്തിൽ നമ്മൾ പറയാം ഇ ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇ ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആയപ്പോൾ ക്യൂവിന് പകരം സിഗ്മ ഡി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂവിന് പകരം സിഗ്മ ഡി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി എ രണ്ട് ഭാഗത്ത് നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 കിട്ടും. അല്ലെങ്കിൽ പഠിച്ചു വെക്കുക ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണെന്ന്. എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞുതരാം, ഒന്നുകൂടി പറയാം. നമ്മൾ ഗോസസ് തിയറം പ്രകാരം ഇ ഡി എ എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0, ഇ ഡി എ എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇ എന്ന് പറയുന്നതോ നമുക്ക് ക്യൂവിന് പകരം സിഗ്മ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇ ഡി എ എന്ന് പറയുന്നത് സിഗ്മ ഡി എ ബൈ എപ്സിലോൺ 0 ആയി. ഡി എയും ഡി എയും രണ്ട് ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചു വെക്കുക ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ബട്ട് സിഗ്മ എന്താണെന്ന് നമുക്കറിയാം, സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ. അപ്പോൾ നമ്മൾ ഈ ക്യൂ സിഗ്മയ്ക്ക് ഈ സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ബൈ എ ആണ്, ക്യൂ എന്ന് പറയുന്നതോ സിഗ്മ ഇൻറ്റു എ. നമുക്ക് സിഗ്മ ക്യൂ ബൈ എ ആണെന്നറിയാം. ഈ സിഗ്മയ്ക്ക് പകരം നമ്മൾ ക്യൂ ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0, ക്യൂ ബൈ എ എപ്സിലോൺ 0. ഇനി ഈക്ക് ഒരു ഫോർമുല ഉണ്ടല്ലോ, ഈക്വൽ ടു വി ബൈ ഡി, ഈക്വൽ ടു വി ബൈ ഡി. അപ്പോൾ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഇക്ക് പകരം വി ബൈ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ബൈ ഡി ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0. വി എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഡി എന്ന് പറഞ്ഞാലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ ഇക്ക് രണ്ട് ഫോർമുല നമ്മൾ എന്താ പറഞ്ഞത്? ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0, ഇ ഈക്വൽ ടു വി ബൈ ഡി. അപ്പോൾ ആദ്യം ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. അതിനുശേഷം സിഗ്മ എന്ന് പറയുന്നത് എന്താ? ക്യൂ ബൈ എ. അപ്പോൾ സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂ ബൈ എ എപ്സിലോൺ 0. ഇനി അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി. ഇ എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ ഡി. വി ബൈ ഡി ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0, ക്യൂ ബൈ എ എപ്സിലോൺ 0. ഇനി നമ്മൾ ഈ ഇക്വേഷൻ വി ബൈ ക്യൂ ഈക്വൽ ടു ഡി ബൈ എ എപ്സിലോൺ 0. ക്യൂവിനെ ഇവിടേക്ക് കൊണ്ടുവന്നു, ഡീനെ ന്യൂമറേറ്ററിലേക്ക് എടുത്തു. അപ്പോൾ വി ബൈ ക്യൂ ഈക്വൽ ടു ഡി ബൈ എ എപ്സിലോൺ 0. ഇതിനെ നമ്മൾ നേരെ തിരിച്ചിടുമ്പോൾ എന്താവും? ക്യൂ ബൈ വി ഈക്വൽ ടു എ എപ്സിലോൺ 0 ബൈ ഡി. ക്യൂ ബൈ വി ഈക്വൽ ടു എ എപ്സിലോൺ 0 ബൈ ഡി. ബൈ ഡെഫിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ക്യൂ ബൈ വി എന്ന് പറഞ്ഞാൽ എന്താ? സി ആണ്. അപ്പോൾ നമ്മൾ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ഈക്വൽ ടു എ എപ്സിലോൺ 0 ബൈ ഡി. ഇങ്ങനെ കിട്ടി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഫോർ എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഇൻ ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് സി ഈക്വൽ ടു എ എപ്സിലോൺ 0 ബൈ ഡി എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെയും കൂടി ഉണ്ടെങ്കിൽ ഇൻറ്റു കെ എന്ന് വരും. അപ്പോൾ സി ഈക്വൽ ടു എ എപ്സിലോൺ 0 ഇൻറ്റു കെ ബൈ ഡി. ഓർ സി ഈക്വൽ ടു എ എപ്സിലോൺ ബൈ ഡി. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. അപ്പോൾ ഈ എപ്സിലോൺ 0 ഇൻറ്റു കെ അതിന് പകരം നമ്മൾ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? എപ്സിലോൺ 0 ഇൻറ്റു കെ. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു കെ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്. ഏരിയ ഓഫ് ദി പ്ലേറ്റ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദയർ സെപ്പറേഷൻ, അതായത് ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. ഡിപ്പെൻഡ്സ് ഓൺ ദി absolute permittivity of the medium. Depends on the absolute permittivity of the medium.
അപ്പോൾ എന്താ മനസ്സിലായി? ഇത് കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ.